ശ്രദ്ധേയമായ വിജയമാണ് കേരളത്തിൽ LDFന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന് ആദ്യമായും വോട്ടർമാർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരമൊരു വിജയം കേരളത്തിൽ LDFന് നേടാനിടയായത് നമ്മുടെ നാട്ടിലെ UDF എല്ലാ മൂല്യങ്ങളും നശിപ്പിച്ച് അത്ര കണ്ട് ജീർണത ബാധിച്ചതിൻ്റെ ഫലമായിട്ടാണ്. UDFൻ്റെ ജീർണതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താണിത്. അതോടൊപ്പം തന്നെ വർഗീയ വിധ്വംസക ശക്തികളെ പൂർണ്ണമായും ജനങ്ങൾ നിരാകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ വർഗീയ വിധ്വംസക ശക്തിക്ക് സാധിച്ചത് കോൺഗ്രസും UDFും സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ തവണ തന്നെ നേമത്ത് ചാരുപ്പാറ രവിക്ക് കോൺഗ്രസ് മുഴുവൻ വോട്ടും ചെയ്തിരുന്നില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ചാരുപ്പാറ രവിക്ക് ലഭിച്ചതിൽ നിന്നും 8000 വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട കാഴ്ച ഒരു ബൂത്തിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നില്ല എന്നതാണ്. കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ മറ്റൊരു മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി വോട്ട് മറിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് അവിടെ മാത്രമല്ല, മറ്റ് ചില മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കിയിരുന്നു. ജാഗ്രതയോടെ ജനങ്ങൾ ഇടപെട്ടതിൻ്റെ ഭാഗമായി ചിലത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വർഗീയ വിധ്വംസക ശക്തികൾക്ക് എതിരായുള്ള ജനവിധി തന്നെയാണിത്. അതോടൊപ്പം കേരളത്തിൽ LDF മുന്നോട്ട് വെച്ച വികസന നയമുണ്ട്. ആ വികസന നയത്തിനുള്ള അംഗീകാരം കൂടിയാണ്. കടുത്ത വേനലിലും കൈമേയ് മറന്ന് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച LDF പ്രവർത്തകർക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. തീർച്ചയായും നാടിൻ്റെ ഇന്നത്തെ ആവശ്യകതക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ തന്നെയാണ് LDF പ്രവർത്തകർ തയ്യാറായത്. അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം LDFനെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. LDFൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്വമാണ് LDFനെ ഏൽപ്പിക്കുന്നത് എന്നതും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ച്, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ LDF തയ്യാറാകും. LDFൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങളെ നിരാശപ്പെടുത്താൻ LDF തയ്യാറാകില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകാൻ LDFന് വേണ്ടി തയ്യാറാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ശ്രദ്ധേയമായ വിജയത്തിലേക്ക് നയിച്ച എല്ലാ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി
കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. UDF നേതാക്കൾ പറയുന്നത് LDF-ഉം BJP-യും ഒത്തുകളിച്ചിട്ടാണ് UDF-ന്റെ പല മുതിർന്ന നേതാക്കളെ തോൽപ്പിച്ചതെന്നാണ്. ആ ആരോപണത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാറി LDF തിരിച്ചു വന്നു. LDF തിരിച്ചു